പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിന്റെ വലിയ പാരമ്യമാണല്ലോ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഉറപ്പാക്കി നൽകിക്കൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ച് ജപമാലയുടെ സംരക്ഷണത്തില്, ഉത്തരീയത്തിന്റെ സംരക്ഷണത്തില്, അമ്മയിൽ നിറഞ്ഞ കൃപയില്, അമ്മയുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തില് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളുമായിരിക്കുവാൻ അവിടുത്തെ തീരുമാനസായതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒക്ടോബർ മാസത്തിന്റെ ഈ അവസാന ദിവസത്തില്, ഈ മാസം മുഴുവനിലും കർത്താവേ, മാതാവിന്റെ മധ്യസ്ഥത്തില്, സാന്നിധ്യത്തില്, ജപമാലയുടെ ശക്തമായ സംരക്ഷണത്തില് ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ മക്കളുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ കൃപകളെയോർത്ത് നന്ദി പറയുമ്പോ ലഭിച്ച സന്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ബലപ്പെടുത്താൻ, കൃപയ്ക്ക് മേൽ കൃപയിൽ അമ്മയോട് ചേർന്ന് നിന്ന് വളർത്താൻ, അങ്ങനെ സ്വർഗീയമായ അഭിഷേകത്തിൽ നിറയപ്പെടാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സഭയെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ അവസാന ദിവസത്തിന്റെ എല്ലാ കൃപകളും നിറച്ച് ഇന്ന ദിനം എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഈ മാസം മുഴുവനുമായിരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ മാതാവെ പ്രാർത്ഥിക്കണമേ. പിതാവെ പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിവസമാണ്. ഈ ഒരു മാസം മുഴുവനും ഒരു തടസ്സവുമില്ലാതെ അമ്മയോട് ചേർന്ന് നിന്ന് കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, മക്കളെ തിരിച്ചു പിടിക്കാൻ, അമ്മയുടെ മാതൃകയെ പിഞ്ചെന്നുകൊണ്ട് അമ്മയിൽ നിന്ന് പഠിക്കാൻ, അതിലൂടെ അമ്മയുടെ സാന്നിധ്യവും ദൈവത്തിന്റെ ഇടപെടലും കൃപകൾ നിറച്ചു നൽകാൻ സ്വർഗം തീരുമാനിച്ചായി. പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഈശോ കൂടെ നിന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ യോസേപ്പ് പിതാവ് തിരുക്കുടുംബം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ട്. ഈ സാന്നിധ്യത്തിൽ നിന്നും നിലനിൽക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മാതാവോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ഈ കുരിശിന്റെ ചുവട്ടിൽ അമ്മ നിൽക്കുമ്പോ അതിദാരുണമായ പീഡാസഹനത്തിന്റെ രക്ഷാകരമായ സമയം, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആ പാപപരിഹാരത്തിന് വേണ്ടി രക്തം ചിന്തി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന ആ സമയത്ത് ഈശോയുടെ വലിയ ദാഹം എന്താണെന്ന് അറിയോ? എനിക്ക് ദാഹിക്കുന്ന മക്കളെ, നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി, നമ്മെ രക്ഷിക്കാൻ വേണ്ടി, നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി അതുപോലെ ദാഹിച്ച് ബലിയർപ്പിക്കുന്ന സമയത്ത് ഈശോ നമുക്ക് നൽകിയ വലിയൊരു ദാനമുണ്ട്. അതാണ് ഇതാ നിന്റെ അമ്മ. ഈ പരിശുദ്ധ അമ്മയെ നമുക്ക് പരമേൽപ്പിച്ചു. യോഹന്നാനിലൂടെ ബലി സ്വന്തമാക്കി നിൽക്കുന്ന യോഹന്നാനിലൂടെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ ലോകം മുഴുവനെയും അമ്മയെ തന്നു. അമ്മയെ തന്നു. ഈ സഹന നിമിഷത്തിലാണ് നാളെ സമയം ഓർത്തുവെക്കി. ആ സമയത്ത് ഈശോയുടെ ആഗ്രഹം നമ്മളാണ്, ഈശോയുടെ ദാഹം നമ്മളാണ്, ഈശോയുടെ ദാഹം നമ്മുടെ രക്ഷയാണ്. അതിനുവേണ്ടി ബലിയർപ്പിക്കുക മാത്രമല്ല, ഈ രക്ഷയ്ക്ക് കാരണമായിട്ട് ഭവിച്ചിരിക്കുന്ന സഹരക്ഷകിയായ പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി തന്നു. നമ്മൾ സ്വീകരിക്കണം ഈ അമ്മയെ. യോഹന്നാൻ എന്താ ചെയ്ത? ആ നിമിഷം മുതൽ അവൻ അവളെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു. ഈ ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തില് ഈശോ നമുക്ക് നൽകുന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ എന്ന് തിരിച്ചറിഞ്ഞ് ഈ അമ്മയെ എന്റെ പ്രിയപ്പെട്ട മക്കളെ അതുപോലെ നമ്മുടെ കുടുംബത്തില്, ജീവിതത്തില്, നമ്മുടെ എല്ലാത്തിലും കൂടെ നിർത്തണം. പഠനത്തില്, ബിസിനസ്സില്, ജീവിതത്തില്, പൗരോഹിത്യത്തില്, ശുശ്രൂഷയില്, എല്ലായിടത്തും എല്ലാ അവസ്ഥയിലും അമ്മ കൂടെ. ഇനി അമ്മയുടെ ഒരു സ്വഭാവമുണ്ട്. അമ്മ അത് സ്വമനസ സ്വീകരിച്ചു. ആ യോഹന്നാന്റെ കൂടെ അവന്റെ ഭവനത്തിൽ പോയി താമസിക്കുന്ന അമ്മ. എന്റെ മക്കളെ, അമ്മയുടെ അവൈലബിലിറ്റി, അമ്മയുടെ സംലഭ്യത
അത് നമ്മൾ ശരിക്കും ധ്യാനിക്കണം. അമ്മ നമുക്ക് വേണ്ടി അന്ന് മുതൽ ഇന്നു വരെ ലോക ചരിത്രത്തില് അമ്മ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇടപെടുന്നു. അമ്മ അന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് നമ്മെ ഓരോരുത്തരെയും ഇതാ നിന്റെ മകളെന്ന് പറഞ്ഞ് നിന്നെയും എന്നെയും ഏൽപ്പിച്ചപ്പോ അമ്മ നമ്മെ സ്വന്തമായി സ്വീകരിച്ചു. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓരോ സമയത്തും ഇടപെടുന്ന പരിശുദ്ധ അമ്മയാണ് ഈ അമ്മ. അതാ വിശുദ്ധ ബെർണാർഡ് പറഞ്ഞ്, അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല. അമ്മ ഒരു ദൗത്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അമ്മ അത് നിറവേറ്റിയിരിക്കും. എന്താണ് അമ്മ ഏറ്റ ദൗത്യം? ഇതാ നിന്റെ മകനെ പോലെ, മകളെ പോലെ നമ്മെ സ്വീകരിച്ച നമ്മുടെ സ്വന്തം അമ്മയാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയെ ചേർത്ത് പിടിച്ച്, ഈ അമ്മയെ വിളിച്ച് അപേക്ഷിച്ച ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല ലോക ചരിത്രത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മ മാതാവിന്റെ ശക്തമായ മധ്യസ്ഥത്തില് നമ്മെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ച് അമ്മയുടെ മോനെ പോലെ, അമ്മയുടെ മോളെ പോലെ അമ്മയുടെ കൂടെ ജീവിച്ചാൽ രക്ഷ നമുക്ക് സുനിശ്ചിതം. ഇതിൽ പരഭാഗ്യം നമുക്ക് എന്താ കിട്ടാനുള്ള? ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, ഉദരബലം അനുഗ്രഹിക്കപ്പെട്ടതാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഈ അമ്മ നമ്മുടെ കൂടെ വേണം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒക്ടോബർ മാസത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. അമ്മയെ നമ്മുടെ സമ്മാനമായിട്ട് ഈശോ തന്ന വലിയ ദാനമായി സ്വീകരിക്കാം. അമ്മയെ കൂടെ നിർത്താം. അമ്മ നമ്മുടെ കൂടെ വസിക്കട്ടെ. അമ്മയെ മാറ്റി നിർത്തിയിട്ട് ജീവിക്കാതിരിക്കട്ടെ. അതിനെല്ലാം വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളെ നമ്മള് നവംബർ മാസത്തിലേക്ക് പ്രവേശിക്കാം. മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം. നമ്മൾ നാളെ മുതൽ പുതിയ ഒരു ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അവർ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. Let them rest in peace. അവർ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർക്ക് സമാധാനത്തോടെ വിശ്രമിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മരണത്തെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച്, നമ്മുടെ അന്ത്യസമയത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, സ്വർഗ സൗഭാഗ്യത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് ചിന്തിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബ വൃക്ഷത്തെ സമർപ്പിക്കാം, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ മുതലുള്ള ആ വലിയ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ കർത്താവ് മുന്നോട്ട് നയിക്കുന്നതിനോർത്ത് നന്ദി പറയാം. പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അച്ഛൻ ക്ഷണിക്കുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങൾ ഓർത്തേക്ക് ഇത് മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കും. പ്രാർത്ഥന സ്വർഗത്തിന്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിത് അനേകം മക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും എല്ലാ മക്കൾക്കും 1 or 2 പേർക്ക് ഏറ്റവും ചുരുങ്ങിയത് പങ്കുവെച്ചോളൂ. ഞാൻ ഓർക്കട്ടെ, കഴിഞ്ഞ ദിവസം കുറച്ച് പറയാം, 100 പേർക്ക് 500 പേർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കുന്നവരുണ്ട് ഈ കൂട്ടായ്മയിൽ. അനുഗ്രഹിക്കട്ടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും നാളെ മുതലുള്ള ഈ നവംബർ മാസത്തിലെ അവർ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ എന്നുള്ള ശുശ്രൂഷയിലേക്ക് അച്ഛന് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മാസത്തില് അച്ഛന് 6-ാം തീയതി മുതൽ 17-ാം തീയതി വരെ UAE കുറച്ച് ധ്യാനങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. എന്നാലും നമ്മുടെ പ്രാർത്ഥന മുടങ്ങത്തൊന്നുമില്ല. ഇത് മുടങ്ങാത്ത രീതിയിൽ കർത്താവ് നമ്മൾ നയിക്കും. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. UAE 5-6-7 സ്ഥലങ്ങൾ ധ്യാനങ്ങളുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ അത്രയും സ്ഥലത്തൊക്കെ പോകണം. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ബെത്സൈദ എന്ന് പറയുന്ന UAE ഒരു റീച്ച് ഔട്ട് മിനിസ്ട്രിയുടെ ഒരു മെയിൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. ഒപ്പം പല പള്ളികളിലും 2 ദിവസം, 1 ദിവസം അങ്ങനെയൊക്കെയുള്ള ധ്യാനങ്ങളൊക്കെ ഉണ്ട്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഒക്ടോബർ മാസത്തില് അമ്മയോട് ചേർന്ന് ആയിരുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില്, യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്തില്, തിരുക്കുടുംബ സാന്നിധ്യത്തില് കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ വലിയ സന്തോഷത്തോടെ നന്ദിയോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിവസം കർത്താവേ, ഈ മാസം മുഴുവനും അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ മാതാവിന്റെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിൽ അമ്മ നൽകിയ ജപമാലയുടെ ശക്തമായ സംരക്ഷണത്തില് ഒരുമയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ മാസം മുഴുവനും ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേല്, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങളുടെ മേല്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേല് അങ്ങ് ചൊരിഞ്ഞ കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ചും ഈ മാസം മുഴുവനും ഒരു തടസ്സമില്ലാതെ അഭിഷേകത്തിന്റെ സന്ദേശങ്ങൾ നൽകി അങ്ങ് ഞങ്ങളെ നയിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ ശക്തിയല്ല, അങ്ങാണ് ഞങ്ങൾ നയിച്ചത്, അങ്ങാണ് ഞങ്ങൾ കൂട്ടിച്ചേർത്തത്. അങ്ങയുടെ തിരുമനസ്സാണല്ലോ കർത്താവേ ഈ മാസം മുഴുവനും ഞങ്ങൾ അനുഭവിച്ചത്. എന്നെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈശോയെ, അമ്മ മാതാവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, വിലമതിക്കാനാകാത്ത സമ്മാനം ഈശോയെ, പരിശുദ്ധ അമ്മ, കൃപ നിറഞ്ഞ അമ്മ, അങ്ങ് കൂടെയുള്ള അമ്മ, നാരകീയ സർപ്പത്തിന് തലയെ തകർത്ത അമ്മ, സകരക്ഷകിയായ അമ്മ, ഈ അമ്മയെ കിട്ടാൻ മാത്രം, അങ്ങയെ ലഭിക്കാൻ മാത്രം അനുഗ്രഹം ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. പാവപ്പെട്ട മക്കളായി ഞങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അമ്മയെ ഞങ്ങളുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, ഞങ്ങളുടെ കൂടെ അങ്ങ് നൽകിക്കൊണ്ട് ഇന്നും 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 കർത്താവേ അമ്മയിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കും. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖല, ബിസിനസ്, മക്കളുടെ പഠനം, അവരായിരിക്കുന്ന സ്ഥലങ്ങള്, അവർ പോയിരിക്കുന്ന ഇടങ്ങള്, അവിടെയൊക്കെ ഞങ്ങളുടെ മക്കളുടെ കൂടെ അമ്മ മാതാവിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അമ്മ മാതാവേ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത അമ്മേ, ഞങ്ങളുടെ മാതൃത്വം കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ അന്ത്യാഭിലാഷം പോലെ ഏറ്റെടുത്ത അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് ഭരിക്കണമേ. അമ്മയുടെ സാന്നിധ്യം ഉറപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ കൂടെ അമ്മ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അപ്പന്റെയും അമ്മയുടെയും അധികാരത്തിലും അവകാശത്തിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അമ്മയുടെ സാന്നിധ്യം ഈശോയോട് ചോദിച്ചു വാങ്ങിക്കി. അകന്നുപോയ മക്കള്, കുദാശയില്ലാത്ത മക്കള്, ആപത്തിൽ പെട്ടുപോയ മക്കള്, ദുശീലത്തിൽ പെട്ടുപോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ട് കുടുങ്ങിപ്പോയ മക്കള്, ആ മക്കളുടെ അരികിലേക്ക് ഇന്ന് ചോദിക്കി. ഈശോയെ, അമ്മ മാതാവേ, അമ്മ കടന്നു ചെല്ലണം. അവരുടെ മക്കളുടെ അരികിലേക്ക്, അവരുടെ വേദനകളിലേക്ക്, തോൽവികളിലേക്ക്, സഹനത്തിലേക്ക്, പാപക്കുഴിയിലേക്ക്, പാപക്കെണികളിലേക്ക്, പൈശാചിക ബന്ധനങ്ങളിലേക്ക് പെട്ടുകിടക്കുന്ന വലകൾ തകർത്തെറിഞ്ഞുകൊണ്ട് മാതാവേ കടന്നു ചെല്ലണമേ, ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിന്റെ ശക്തി, കർത്താവ് കൂടെയുള്ള അമ്മയുടെ സാന്നിധ്യ ശക്തി ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കട്ടെ, മക്കളുടെ പ്രശ്നത്തിൽ അനുഭവിക്കട്ടെ. പൈശാചിക പീഡകളിന്റെ മേൽ ദൈവിക ശക്തി വ്യാപരിക്കുന്ന സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ ശക്തി വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിന്റെ എല്ലാ അഭിഷേകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, ദുരാത്മ ശക്തികളെ, ആഭിചാരി ശക്തികളെ, മന്ത്രവാദ ശക്തികളെ, ഇസ്ലാമിക ജിന്നിന്റെ ഹലാലിന്റെ വശീകരണ ശക്തികളെ, പ്രേമക്കുരുക്കിന്റെ ശക്തികളെ, ആഭിചാരി ശക്തികളെ, മന്ത്രവാദ ശക്തികളെ, പാപശക്തികളെ, രോഗശക്തികളെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ കൃപ നിറഞ്ഞ നിറസാന്നിധ്യത്തില് ഒക്ടോബർ ദിവസത്തിന്റെ അവസാന ദിവസം ഞങ്ങൾ ഒരുമിച്ച് ബന്ധിക്കുന്നു, പൗരോഹിത്യ അധികാരത്തിൽ ബഹിഷ്കരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. വിട്ടുമാറി പോകട്ടെ, സാത്താൻ ഇടിമിന്നൽ പോലെ നിവധിക്കട്ടെ. സാത്താന്റെ തല തകർത്ത നീ സ്ത്രീ തമ്മിലും ശത്രുത ഉളവാക്കിയ, സാത്താനെതിരെയുള്ള ശത്രുത ഉളവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമായ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യത്തിൽ എല്ലാ സാത്താന ശക്തികളെയും അന്ധകാര ശക്തികളെയും ഞങ്ങൾ ബഹിഷ്കരിച്ചു
വിട്ടുമാറി പോകട്ടെ. ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, നിന്റെ മഹാകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, കർമ്മ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒക്ടോബർ മാസത്തിൽ ഒത്തിരി സന്ദേശങ്ങൾ നൽകി ഈശോ നമ്മെ നയിച്ചു. അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മുടെ ആരുടെയും കഴിവല്ല, കർത്താവിന്റെ മനസ്സാണ്. കർത്താവ് നൽകിയ സന്ദേശങ്ങളാണ്, കർത്താവ് നൽകിയ പ്രാർത്ഥനയാണ്. കർത്താവാണ് നയിച്ചത്. ഈശോയെ നന്ദി. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്ടോബർ മാസത്തിന്റെ വലിയ ചൈതന്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ജപമാലയുടെ കരുത്ത്, ഉത്തരീയത്തിന്റെ ശക്തി, അമ്മ മാതാവിന്റെ സാന്നിധ്യം, ഇതെല്ലാം നിറച്ച് നൽകിക്കൊണ്ട് കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ച് ഭൂമിയിൽ സൂക്ഷിക്കുന്ന സ്വീകരിച്ച് നന്ദി പറഞ്ഞ് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കാർമൽ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മുടെ ശുശ്രൂഷ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അനേക മക്കളുണ്ട്. എഡിറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ജസ്വിൻ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകന്റെ എല്ലാ ശുശ്രൂഷകളും, ദൈവവിളി, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ വലിയ മനസ്സ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ കാർമൽ ധ്യാന കേന്ദ്രം ആരംഭിക്കുന്ന വാരാന്ത്യ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മാസം 6-ാം തീയതി മുതലുള്ള UAE-യിലുള്ള ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബെസൈദ UAE-യിലെ റീച്ച് ഔട്ട് മിനിസ്ട്രിയുടെ വലിയൊരു ശുശ്രൂഷയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നാളെ മുതൽ ആരംഭിക്കുന്ന അവർ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ, ലെറ്റ് ദം റെസ്റ്റ് ഇൻ പീസ്, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ, വലിയൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കാം. മരണം, നിത്യത, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം, നരകം, മരണാസന്നായി കഴിയുന്ന മക്കള്, വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസമാണ് നവംബർ മാസം. നമ്മൾ ആരംഭിക്കുന്ന ശുശ്രൂഷയെ കർത്താവെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ നയിക്കണം. ഇനിയും അനേക ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് മക്കള് ഈ പ്രാർത്ഥനയിലേക്ക് കൂട്ടിച്ചേർക്കണം. കർത്താവ് ഒരു മുടക്കവുമില്ലാതെ വലിയ കൂട്ടായ്മയൊക്കെ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനേക ആയിരങ്ങൾ ഇത് സ്വീകരിക്കണം, ഇതിൽ പങ്കുചേരണം, ഇതിന്റെ ഫലങ്ങൾ അനുഭവിക്കണം, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം എന്നെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. നന്ദിയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിക്കാം. നവംബർ മാസത്തിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ നവംബർ മാസത്തിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കുടുംബവൃക്ഷത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഫാമിലി ട്രീ ഹീലിംഗ് എല്ലാം സംഭവിക്കണം. നമ്മുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടാൻ, മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ അത്യന്താപേക്ഷിതമായ ഒരു മേഖലയാണ് മരിച്ചുപോയവരുമായുള്ള ബന്ധം. ഫാമിലി ട്രീ, അതുമായിട്ട് ബന്ധപ്പെട്ട സൗഖ്യം, വിടുതൽ, കൃപയുടെ സമൃദ്ധി എല്ലാത്തിനും വേണ്ടി നമുക്ക് ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകൾക്കും വേണ്ടി, എല്ലാ വരങ്ങൾക്കും വേണ്ടി, എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, എല്ലാ കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന ആ വലിയ കരുണ അനുഭവിച്ചുകൊണ്ട് ഇന്നും അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ലോകം മുഴുവനും ഇടയാകട്ടെ.
മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളും സന്ദേശങ്ങളും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. സ്വീകരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ.